ശ്രീ ജയശങ്കർ, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണയോ എന്ന് നമ്മൾ ചോദിക്കുന്ന തരത്തിൽ ഒന്നാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശമാണ്. അതിനെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തള്ളി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അങ്ങയുടെ പ്രതികരണം. അല്ല, കൃത്യം 10 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്താണ് കേരളത്തെ പിടിച്ചു വിളിക്കുക വലിയ ബാർക്കോഴ വിവാദം ഉണ്ടായത്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷവുമായിട്ടാണ് PM സുധീരൻ ആദർശപരമായ കാരണങ്ങളാൽ ഈ നിലവാരം കുറഞ്ഞ അഥവാ 2 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൂട്ടിക്കൊടുത്തിരുന്നു എന്ന ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്നു. ഇവിടുത്തെ മദ്യവിരുദ്ധ സമിതിക്കാരും കത്തോലിക്ക മെത്രാൻ സമിതിയൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. അതേ സമയത്ത് തന്നെ നമ്മുടെ കേരള കോൺഗ്രസ് നേതാവായിരുന്ന അന്നത്തെ ധനകാര്യമന്ത്രി KM മാണി ബാറുകാരുടെ അടുത്ത് 1 കോടി രൂപ കൈപ്പറ്റി എന്നൊരു ആരോപണം ഉയർന്നു വരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ രാജിയിൽ ചെന്ന് കലാശി. മൊത്തം 20 കോടി രൂപ പിരിച്ചു. അതിൽ 19 കോടി കോൺഗ്രസ്സുകാരെടുത്തു. 1 കോടി KM മാണി അവരിൽ നിന്ന് ബലാത്കാരമാണ് വാങ്ങിച്ചു എന്നുള്ളായിരുന്നു ആരോപണം. കേരളത്തെ പിടിച്ചുപൊലിക്കുന്ന സംഭവമാണ്. എന്തൊക്കെ നാടകങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത്. കേരള നിയമസഭ തല്ലി തകർക്കുന്നവരെ നമ്മൾ കാണാനിടയും. അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രധാന മുദ്രാവാക്യം ഞങ്ങൾ പൂട്ടിയ ബാറുകൾ തുറക്കുകയില്ല, പൂട്ടിയ പള്ളിക്കൂടങ്ങൾ തുറക്കും എന്നാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ നാട്ടിലെ സകലമാന ബാറുകൾ തുറന്നു എന്ന് മാത്രമല്ല, ചില നാഷണൽ ഹൈവേകൾ ബാറുകാരുടെ സൗകര്യത്തിന് വേണ്ടി ഡീനോട്ടിഫൈ ചെയ്യുന്നവരെ നമ്മൾ കണ്ടു. നാഷണൽ ഹൈവേയുടെ അരികിൽ ബാറുകൾ പാടില്ല എന്ന നിബന്ധന തടയാൻ വേണ്ടി. മാത്രമല്ല, ഹെറിറ്റേജ് ബാറുകൾ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനം കൂടിയാണ്. നമ്മുടെ ഈ മദ്യ വ്യാപാരികൾക്കും ബാറുകാർക്കും വേണ്ടിയിട്ട് സകല നിയന്ത്രണങ്ങളും ഇളവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷം തീരെ നിഷ്ക്രിയമായതുകൊണ്ട്, അല്ലെങ്കിൽ അവരും നേരത്തെ ഈ ബാറുകാരുടെ പണം വാങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ വിഷയം പൊതു സമൂഹത്തിൽ ഉയർന്നു വന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. 1-ാം തീയതി മദ്യവിൽപ്പന നിർത്തലാക്കിയത് എത്രയോ കൊല്ലം മുമ്പാണ്. അതുപോലെ ഗാന്ധി ജയന്തി ദിനത്തിൽ, ഇതുപോലുള്ള ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിലൊക്കെ മദ്യവിൽപ്പന പാടില്ല എന്നാണ്. അതിലെ ഇളവ് ചെയ്യാൻ പോകുന്നു. അതുപോലെ IT ഹബ്ബുകളിൽ മദ്യം വ്യാപകമായിട്ട് കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ നിരവധി നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ഈ നിയന്ത്രണങ്ങളൊക്കെ നാട് നന്നാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഭ്യത കൂട്ടി ഈ നാട്ടിലെ കുടിയന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടോ അല്ല. നേരെ മറിച്ച് ബാറുകാർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിന്റെയൊക്കെ പുറകിൽ വലിയ അഴിമതി ഉണ്ടെന്നുള്ളത് അരിയാഹാരം കഴിക്കാത്തവർക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഈ വക അഴിമതികൾ ഈ സർക്കാരിന്റെ കാലത്തും അവങ്കുരം നടക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. ആദർശം വേറെ, കച്ചവടം വേറെ.